നമസ്കാരം. കാണിപ്പേർ വാസ്തുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വാസ്തുശാസ്ത്രം എന്ന വിഷയ സംബന്ധമായിട്ട് ഒരു ഗൃഹത്തിൻ്റെ അഥവാ ഒരു മുറികളുടെ ഒക്കെ അളവ് നിശ്ചയിക്കുന്ന സമയത്ത് പ്രധാന ഗൃഹത്തിൻ്റെ ആവാം, ഉപഗ്രഹങ്ങളുടെ ആവാം, അടുക്കള മുതലായ മറ്റ് നിർമ്മാണങ്ങളാവാം. ഇതിനൊക്കെ തന്നെ അളവുകളുടെ പ്രാധാന്യം, ഇതിനൊക്കെ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇതിന് ഒരു പെരിമീറ്റർ ടേബിൾ എന്ന് പറയുന്ന ഈ ഗൃഹങ്ങളുടെ അളവുകൾക്ക് ചുറ്റളവ് കണക്കാക്കുന്ന ഒരു രീതി എന്നുള്ളത് വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രാമുഖ്യമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഒരു ഡയമെൻഷണൽ സിസ്റ്റം, അതായത് വാസ്തു ഡയമെൻഷൻസ് ഒരു പെരിമീറ്റർ അടിസ്ഥാനത്തിൽ ഓരോ മുറികൾക്കും പ്രത്യേകമായി നോക്കുകയും കണക്ക് കൂട്ടുകയും അതുപോലെ തന്നെ ഒട്ടാകെയുള്ള ഗൃഹത്തിൻ്റെ അഥവാ നാലുകെട്ടായാലും ഏകശാലയായാലും ഒക്കെ തന്നെ ഒട്ടാകെയുള്ള ഗൃഹത്തിൻ്റെ ഭിത്തിപ്പുറം ചുറ്റളവ്, ആ ഭിത്തിപ്പുറം ചുറ്റളവിലേക്ക് എത്തുന്നതിന് യോജിക്കുന്ന കണക്കിൽ ഉള്ള ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള നീളവും വീതിയും കണക്കുകൾ, അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ വീതം ഓഫ്സെറ്റ് ചെയ്ത് വരുന്ന തറയുടെ നീളവും വീതിയുമായി വരുന്ന കണക്കുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് പിന്നെയും പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പാതകത്തിൻ്റെ പുറം എന്നുള്ള നിലയ്ക്ക് വരുന്ന നീളം വീതികൾ, ഇങ്ങനെ വാസ്തുശാസ്ത്രം അനുസരിച്ച് സ്വീകരിക്കാവുന്ന ചെറിയ ഗൃഹങ്ങൾക്ക് ചെറിയ അളവുകളും വലിയ ഗൃഹങ്ങൾക്ക് വലിയ അളവുകളും മുറികളുടെ ഉള്ളളവുകൾ ചെറിയ ചുറ്റളവുകളും ഒക്കെ തന്നെ സ്വീകരിക്കാവുന്ന ഒരു ചുറ്റളവ് പട്ടിക അഥവാ പെരിമീറ്റർ ടേബിൾ എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ ഉണ്ട്. അപ്പോൾ പലർക്കും അതിനെ പറ്റിയിട്ട് ഒരു കണക്ക് നോക്കുക എന്നുള്ളൊരു വിഷയത്തിൽ കവിഞ്ഞ് എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഡയമെൻഷൻസ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണത് കണക്ക് കൂട്ടുന്നത് എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അറിവുകൾ പരിമിതമാണ്. എന്നാൽ ഈ ഒരു കണക്ക് നോക്കി ഗൃഹത്തിൻ്റെ അളവുകൾ നിശ്ചയിക്കുന്ന രീതി എന്നുള്ളത് ഇന്ന് കാലത്ത് അത് ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും അത് ഉണ്ടായിരുന്നുണ്ടാവും. കാരണം ഒരുപാട് ക്ഷേത്ര നിർമ്മിതികളും ക്ഷേത്രമല്ലാത്ത എടുത്തു പറയത്തക്ക ഒരുപാട് നിർമ്മിതികളും ഈ ഭാരതത്തിൽ ഉണ്ട്. ഇതൊക്കെ തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാരായിട്ട് രൂപകൽപ്പന ചെയ്തതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിലനിന്നിരുന്ന ഈ ഒരു അളവുകളുടെ പ്രാധാന്യം അഥവാ ഒരു ആൻഷ്യൻ്റ് ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹസ്തം ആൻഡ് അങ്കുലം അഥവാ കോല് വിരല് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അന്ന് ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ സ്വീകരിച്ചിരുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു കയ്യിൻ്റെ നീളം, ഈ ഇവിടം മുതൽ ഇതുവരെയുള്ള ഒരു കൈ നീളം എന്ന് പറയുന്നത് ഒരു ഹസ്തം, ഒരു കോലായിട്ടും, വലത്തെ കൈയിൻ്റെ നടുവിരലിൻ്റെ ഇങ്ങനെ പിടിച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന നീളം ഒരു അങ്കുലം, ഒരു വിരലായിട്ടും കണക്കാക്കുന്ന ഒരു രീതിയായിരുന്നു. അതിൽ നിന്നാണ് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് യവം എന്ന് പറയുന്ന ധാന്യം വെച്ചാണ് ഒരു അങ്കുലം 3 സെൻറ്റിമീറ്റർ ആണെന്നും ഒരു ഹസ്തം എന്ന് പറയുന്നത് 72 സെൻറ്റിമീറ്റർ ആണെന്നും അത് ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ട് കാലങ്ങളെ കൊണ്ട് ഉപയോഗിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇന്ന് നിർമ്മാണത്തിൻ്റെ എളുപ്പം, പ്രായോഗികത, പ്രാക്ടിക്കൽ സൈഡ് എന്നുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സെൻറ്റിമീറ്ററിൽ അളവുകൾ നിശ്ചയിക്കുന്ന രീതി കൂടുതലായിട്ട് ഉണ്ട്. എന്നാൽ തന്നെയും കോല് വിരൽ കണക്കുകളിൽ പറയുന്ന പട്ടിക, ആ പട്ടികയിലുള്ള കണക്കുകൾ പരിശോധിച്ച് അതിൽ നിന്ന് സ്വീകാര്യമായ ഉത്തമമായ കണക്കുകൾ സ്വീകരിച്ച് അതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ചുറ്റളവിനെ ഒറ്റ അക്കമായ ചുറ്റളവിനെ 2 അക്കങ്ങളായ ദീർഘവും വിസ്താരങ്ങളുമായി മാറ്റി ഗൃഹത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്ന രീതി എന്നുള്ളതാണ് ആൻഷ്യൻ ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഈ പെരിമീറ്റർ ടേബിളിൽ 3 കോല്, അതായത് നീളം പ്ലസ് വീതി ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് ചുറ്റളവ് അഥവാ പെരിമീറ്റർ. അപ്പോൾ അതൊരു മുറിയുടെ ആയാലും ഗൃഹത്തിൻ്റെ ഒട്ടാകെയായാലും ഒക്കെ തന്നെ അങ്ങനെയാണ് കണക്കാക്കുക. അപ്പോൾ 3 കോല് എന്ന് പറയുന്ന 2 മീറ്റർ 16 സെൻറ്റിമീറ്റർ ചുറ്റളവ് മുതൽ
5 കോല്, 10 കോല്, 21 കോല്, 25 കോല്, 31, 39, 49, അതുപോലെ തന്നെ അങ്ങനെ 100 കോലോ അതിൽ കൂടുതലോ ആയിട്ടുള്ള വലിയ കണക്കുകൾ. ഇതിലൊക്കെ തന്നെ എല്ലാ ഭാഗത്തും 5-ൻ്റെ 0-ൻ്റെയും 10-ൻ്റെയും ഉള്ളിലും 10-ൻ്റെയും 20-ൻ്റെയും ഉള്ളിലും ഒക്കെ തന്നെ ചെറിയ കണക്കുകൾ അഥവാ ഉത്തമങ്ങളായിട്ടുള്ളതും മധ്യമങ്ങളായിട്ടുള്ളതുമുള്ള കണക്കുകൾ അതിൽ ലഭ്യമാണ് എന്നുള്ളത് പരമപ്രധാനമാണ്. അതുപോലെ തന്നെ അപ്പോൾ ആ പെരിമീറ്റർ ടേബിൾ നോക്കിയിട്ടാണ് അവിടെ ഈ പെരിമീറ്റർ എന്ന് പറയുന്ന ചുറ്റളവിന് ആ ചുറ്റളവ് ഉത്തമമാണോ മധ്യമമാണോ അധമമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇക്വേഷൻസിലൂടെ ഇതിൻ്റെ ആയാതി ഷഡ്വർഗങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ യോനീസംഖ്യ, തിഥി, നക്ഷത്രം, വയസ്സ്, ആയവ്യയങ്ങൾ, വരവ് ചെലവ് കണക്ക്, കുറവ് കൂടുതൽ എന്ന് പറയുന്ന കണക്ക്, അതിൻ്റെ എബിലിറ്റി ഇൻഎബിലിറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രാധാന്യം, ഇത് കണക്കിലെടുത്ത് ഇതിനെ ഒരു കൃത്യമായ അനുപാതത്തിൽ ചേരുംപടി ചേർത്ത് കൂടുതൽ നമുക്ക് ഗുണം തരുന്ന കണക്കുകൾ ഏതോ ആ കണക്കുകളെ അവിടെ ഉത്തമങ്ങളായും ആയാധിക്യമുള്ള കണക്കുകൾ നോക്കി സ്വീകരിക്കുകയും പിന്നെ വരുന്ന കാറ്റഗറി മധ്യമമായും ഉപയോഗിക്കാൻ സാധിക്കാത്ത കണക്കുകൾ അധമമായും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ വയസ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന അവസ്ഥകൾക്കനുസരിച്ച് സ്വീകരിക്കുമ്പോൾ അതിൽ മരണം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കണക്കുകളും ശാസ്ത്രപ്രകാരം അത്ര സ്വീകാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളെ നോക്കി ഗൃഹത്തിൻ്റെ അളവുകൾ പ്ലാനിൽ നിന്ന് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു ഉത്തമമായിട്ടുള്ള അളവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ഗൃഹനിർമ്മാണത്തിൽ അഥവാ ഗൃഹത്തിൻ്റെ രൂപകൽപ്പനയിൽ അളവുകൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നു. വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ലക്കത്തിൽ കാണാം. നമസ്കാരം.